ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. സായന്തണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സാർ. എന്തൊരു സായന്റെ എന്നാ സാർ മനസ്സിലായില്ല. അതല്ല, നീ നേരത്തെ 2 മിനിറ്റ് മുമ്പേ ജോയിൻ ചെയ്തിട്ട് ലെഫ്റ്റ് അടിച്ചിട്ടൊക്കെ പോയി. ആരെയും കാണാത്തോണ്ടാ സാർ. ഓക്കെ, അത്രേ ഉള്ളൂ. നന്ദന വന്നിട്ടുണ്ടോ? ഓ, നന്ദന ഇന്നില്ലെന്ന് തോന്നേ. ഹലോ, ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, സോ അന്ന് നമ്മൾ ഒരു പുതിയൊരു മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അലോക്ക് ലെഫ്റ്റ് അടിച്ച. ഓക്കെ, സോ ആർക്കെങ്കിലും അഡ്മിഷൻ വേണം, അങ്ങനെയല്ല, അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ the name of our new module is acoustics and ultrasonics. സോ നമ്മൾ ആദ്യം അക്കൗസ്റ്റിക്സ് അൾട്രാസോണിക്സും രണ്ട് പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന പാർട്ടിന്റെ പേര് അക്കൗസ്റ്റിക്സ്. സോ നിങ്ങൾ അക്കൗസ്റ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ട് യു മീൻ ബൈ അക്കൗസ്റ്റിക്സ്? അക്കൗസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ തോന്നുന്നത്? എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അക്കൗസ്റ്റിക്സ്? വാട്ട് യു തിങ്ക് സായന്ത്? ശരി, സായന്ത് ജോയിൻ ചെയ്തിട്ട് സമയട്ടാ. ഇല്ല സാർ. എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അക്കൗസ്റ്റിക്സ്? നിനക്ക് എന്താ അറിയുന്നത് അക്കൗസ്റ്റിക്സിനെ കുറിച്ച്? സാർ എനിക്കറിയില്ല. അടിപൊളി. അക്കൗസ്റ്റിക്സ് അറിയാൻ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉള്ള ആരെങ്കിലും ഉണ്ടോ? സോ ആദ്യം തന്നെ പറയാനുള്ള ടെക്സ്റ്റിലെ പേജ് നമ്പർ. സൗണ്ടിന്റെ സ്റ്റഡിയാ? യാ, അക്കൗസ്റ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ ട്രാൻസ്മിഷൻ, അബ്സോർപ്ഷൻ, റിഫ്ലക്ഷൻ, അങ്ങനെ സൗണ്ടിനെ കുറിച്ചുള്ള സൗണ്ടിന്റെ എല്ലാ പ്രോപ്പർട്ടീസും. സൗണ്ട് ഒരു മെറ്റീരിയലിൽ ഇൻസിഡന്റ് ചെയ്തെന്ന് സംഭവിക്കും. ഒരു ബിൽഡിങ്ങിന്, ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടെന്ന് സംഭവിക്കും. വാട്ട് ഈസ് എക്കോ, വാട്ട് ഈസ് റിവർബറേഷൻ, അങ്ങനെ സൗണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തിനെ കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ നോർമലി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ എന്ത് പഠിച്ചു? വാട്ട് ഈസ് ലൈറ്റ്? ലൈറ്റ് എന്താണെന്ന് പഠിച്ചു. നമ്മൾ ഒരു ലൈറ്റ് വേവ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ പറഞ്ഞു ലൈറ്റ് പാർട്ടിക്കിൾ ആണ്. സോ അത് വിടുക. വാട്ട് ഈസ് എ സൗണ്ട്? സോ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വേവ്സ് എന്ന പാർട്ട് പഠിച്ചപ്പം നമ്മൾ ഒരു വൺ ടൈപ്പ് ഓഫ് വേവ്സിന് സൗണ്ട് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു വേവ് എന്തൊക്കെയായിട്ട്. ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിട്ടും. സോ ഇതിൽ ഏതോ ഒന്നിന്റെ എക്സാമ്പിൾ ആണ് സൗണ്ട്. സൗണ്ട് ഒരു വേവ് ആണ്. സോ ഏതിന്റെ എക്സാമ്പിൾ ആണ്? സൗണ്ട് ട്രാൻസ്വേഴ്സ് വേവ് ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ? ദേവ് കിരൺ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. യാ, സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. വാട്ട് യു മീൻ ബൈ എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? Longitudinal wave means the vibration of particles is in the direction of propagation of wave. വേവ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിക്കിളിന്റെ വൈബ്രേഷണൽ പ്രൊപ്പഗേഷൻ ആണ്. അതായത് മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഒരു സോഴ്സിൽ നിന്നുള്ള വൈബ്രേഷനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകും. അതാണ് വേവ് എന്ന് പറയുന്നത്. സോ ഈ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ ഏത് ഡയറക്ഷനിലാകുമ്പോൾ? വേവിന്റെ അതേ ഡയറക്ഷനിലാകുമ്പോൾ, അല്ലെങ്കിൽ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്, വി ക്യാൻ കോൾ ദാറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സോ ഒരു സൗണ്ട് വേവിന്റെ കേസിലും അതാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഫ്രം മൈ വോക്കൽ കോഡ് എയർ മോളിക്യൂൾസ് സ്റ്റാർട്ട് ടു വൈബ്രേറ്റ്. സോ ഞാൻ സംസാരിക്കുമ്പോൾ വോക്കൽ കോഡിലുള്ള എയർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വൈബ്രേഷൻ എന്ത് ചെയ്യും? എയറിലെ ഓരോ മോളിക്യൂളും ഈ വൈബ്രേഷന് കണ്ടിന്യൂ ചെയ്തു പോകും. ആൻഡ് ദാറ്റ് വൈബ്രേഷൻ ഈസ് കോൾഡ് വേവ്. ആ വൈബ്രേഷൻ ആണല്ലോ, വൈബ്രേഷന്റെ പ്രൊപ്പഗേഷൻ ആണ് വേവ് എന്ന് പറയുന്നത്. സോ ദർ വിൽ ബി ആൻ എനർജി അക്കംപൈൻഡ് വിത്ത് ദിസ് വൈബ്രേഷൻ. സോ എന്താണ്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? സോ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എയർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എനർജി ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി പ്രൊപ്പഗേറ്റിംഗ് ത്രൂ മീഡിയം. സോ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ എല്ലാ ഡയറക്ഷനിലേക്കും, സോ 360 ഡിഗ്രി ഫ്രം ഇൻ മൈ ഫ്രണ്ട്, ബാക്ക്, അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഏത് ഡയറക്ഷനിലും എന്താ? സൗണ്ട് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ വൈബ്രേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. സോ സൗണ്ട് എന്താണ്? സൗണ്ട് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ സൗണ്ട് ഈസ് എ പ്രൊപ്പഗേറ്റിംഗ് മോഡ് ഓഫ് വൈബ്രേഷൻ, അല്ലെങ്കിൽ ഏത് പാർട്ടിക്കിളിലൂടെയാണ്. ഇപ്പം ഒരു മെറ്റീരിയൽ കൂടിയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ ഒരു മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ ഒരു ഡെസ്കിൽ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ എന്താണ്?
നമുക്ക് ആ സൗണ്ട് പ്രൊപ്പഗേഷൻ മനസ്സിലാക്കാൻ പറ്റും. സോ ഡസ്റ്റ് പാർട്ടിക്കിൾസ് മീഡിയം എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. സോ സൗണ്ട് ഏത് മീഡിയത്തിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ആണ് സൗണ്ട് എനർജിയെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സോ സൗണ്ട് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. Now we are going to classify sound based on how we intercept it. നമ്മൾ എങ്ങനെ സൗണ്ടിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമുക്ക് സൗണ്ടിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മ്യൂസിക്കൽ സൗണ്ട്. സോ നിങ്ങളുടെ നോട്ടിൽ ഈ പോയിന്റ് ഉണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ ചിലപ്പോൾ സാധ്യത കുറവാണ്. ഫസ്റ്റ് വൺ ഈസ് മ്യൂസിക്കൽ സൗണ്ട്, സെക്കൻഡ് വൺ ഈസ് നോയ്സ്. സോ വാട്ട് ഈസ് മ്യൂസിക്കൽ സൗണ്ട്? മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ട് ഈസ് സൗണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ മീഡിയം. പാർട്ടിക്കിൾസിലെ മീഡിയത്തിന്റെ വൈബ്രേഷൻ കാരണമാണ് നമുക്ക് സൗണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ മ്യൂസിക്കൽ സൗണ്ട് മീൻസ് ദിസ് വൈബ്രേഷൻ ഈസ് പീരിയോഡിക്. ഈ എയർ മോളിക്യൂൾസിലെ വൈബ്രേഷൻ എന്തായിരിക്കും, പീരിയോഡിക് ആയിരിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിരിക്കും. ഓർ വി ക്യാൻ സേ ഇറ്റ് ഗിവ്സ് എ പ്ലേസിംഗ് എക്സ്പീരിയൻസ് ടു അവർ ബ്രെയിൻ. നമുക്ക് എന്താണ്, നമുക്കൊരു പ്ലേസിംഗ് എക്സ്പീരിയൻസ് കിട്ടും മ്യൂസിക്കൽ സൗണ്ട് കേൾക്കുമ്പോൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എന്താ, നിങ്ങൾക്ക് ഒരു പ്ലേസിംഗ് എക്സ്പീരിയൻസ് ആണ്. അതായത് എന്താ, നിങ്ങൾ പാട്ട് ഇഷ്ടപ്പെടാം, മ്യൂസിക് ഇഷ്ടപ്പെടാൻ എന്താ കാരണം, അത് നിങ്ങളെ ബ്രെയിനിൽ ഈ സൗണ്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് തരുന്ന എക്സ്പീരിയൻസ് അത് പ്ലേസിംഗ് ആണ്, അത് നല്ലതാണ്. Now what is noise? അങ്ങനെയാണെങ്കിൽ what is noise? Noise എന്ന് പറഞ്ഞാൽ എന്താ, noise is just opposite of that. Noise means it is a type of sound in which it is non-periodic. The vibration of particles in medium is non-periodic and it gives us a disturbing effect. So musical sound നമുക്കൊരു പ്ലേസിംഗ് എഫക്റ്റ് ആണ് നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നോയ്സ്, you know what is noise? Noise gives a disturbing effect. That means it disturbs our sleep, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തെ കളയുന്ന സൗണ്ട്, അതിനെ നോയ്സ് എന്ന് പറയാൻ പറ്റും. സോ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മ്യൂസിക്കൽ സൗണ്ട് ആൻഡ് നോയ്സ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട്. സോ നമ്മൾ ഇനി മുതൽ സൗണ്ട് എന്ന് പറയാൻ പോകുന്നത് എന്താ, നോയ്സിനെ അല്ല. നോയ്സിനെ കുറിച്ചുള്ള സ്റ്റഡി വേറെ ഉണ്ട്. സോ നോയ്സിനെ കുറിച്ച് നമ്മൾ അധികം പഠിക്കുന്നില്ല. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് മ്യൂസിക്കൽ സൗണ്ട്. സോ when I say sound, I mean musical sound. So ഞാൻ സൗണ്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കൽ സൗണ്ടിനായിരിക്കും കൂടുതൽ. സോ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മ്യൂസിക്കൽ സൗണ്ട്? സോ ഒരു മ്യൂസിക്കൽ സൗണ്ടിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദേ? The first one is pitch. Second one is loudness. Third one is quality or timbre. Fourth one is intensity. And fifth one is intensity level. So maybe essay question ചോദിച്ചേക്കാം, what you mean by define or explain the characteristics of a musical sound. So നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണ്. സോ നിങ്ങളെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 171 മുതലാണ് ഈ മൊഡ്യൂൾ തുടങ്ങുന്നത്. സോ അത് മുതൽ നിങ്ങൾ നോട്ട് ചെയ്യുക, ടെക്സ്റ്റ് തുറന്നു വെക്കുക, നോട്ടിൽ നിങ്ങൾക്ക് ആവശ്യമായ പോയിന്റ്സ് എഴുതിയെടുക്കുക. സോ ഫസ്റ്റ് വൺ ഈസ് പിച്ച്. വാട്ട് യു മീൻ ബൈ പിച്ച്? പിച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് pitch is our ears response to frequency of sound. That means pitch represents frequency. We know all the sound waves should have some frequency. നമുക്കറിയാം സൗണ്ട് വേവ് എന്താ, ഓരോ സൗണ്ട് വേവിനും അതിൻ്റെതായ ഫ്രീക്വൻസി ഉണ്ട്. സോ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, പിച്ച് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി തന്നെയല്ല. പിച്ച് ഇസ് നോട്ട് ദ frequency, which is our ears response to the frequency. ഫ്രീക്വൻസി കൂടി സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഇയർ ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഇയർ നമ്മുടെ ബ്രെയിൻ വഴി വരുന്ന റെസ്പോൺസ് എന്താ, നമ്മൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്ന ഇലൂഷൻ. What is that? That is pitch. So a high frequency sound wave gives a high pitch sound and a low frequency sound wave gives an effect of low pitch. So ഒരു high frequency ഉള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് that is a high pitch sound. But നമ്മളൊരു low frequency ഉള്ള സൗണ്ട് കേൾക്കുന്നെങ്കിൽ അത് we can say that is a low pitch sound. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ്സിലെ ആകാശം സംസാരിക്കുന്ന ഫ്രീക്വൻസിയിലായിരിക്കില്ല നന്ദൻ സംസാരിക്കുന്നത്. അതായത് നന്ദൻ സംസാരിക്കുന്ന ഫ്രീക്വൻസി എന്താ, സാധാരണഗതി വുമൺസ്, ദ വോയിസ് ഓഫ് ഗേൾസ് ഓർ വുമൺസ് ആർ ഹൈ പിച്ച്. അതാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. വോയിസ് ഓഫ് വുമൺ ഹാസ് ഹൈ പിച്ച് ദാറ്റ് ഓഫ് മാൻ. പക്ഷെ സാധാരണഗതിയിൽ ബോയ്സിന്റെ കേസിൽ, അല്ലെങ്കിൽ വെൻ ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് മാൻ, അല്ലെങ്കിൽ സ്പീച്ച് ഓഫ് എ മാൻ, ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സാധാരണ ഒരു ആൺകുട്ടിയുടെ സംസാരം എന്തായിരിക്കും, ലോ പിച്ച് ആയിരിക്കും, ആൻഡ് കമ്പയറിംഗ് ടു ദ സൗണ്ട് ഓഫ് എ ഗേൾ. സോ പിച്ച് എന്ന് പറയുന്നത്, വാട്ട് യു മീൻ ബൈ പിച്ച്? Pitch is our ears response to frequency of sound. Pitch എന്ന് പറയുന്നത് എന്താ, ആ സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്റർ ആണ്. ഇറ്റ് ഈസ് എ പാരാമീറ്റർ റെപ്രസെന്റിങ് ദ ഫ്രീക്വൻസി
but the frequency തന്നെയാണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് സാർ പറയുന്നത് കേൾക്കുന്നില്ല. which it is defined as our ears response സാറേ പറയുന്നത് കേൾക്കുന്നില്ല. രണ്ട് ജീവികൾ നമ്മൾ കേൾക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ വീട്ടിലുള്ള ഇപ്പൊ കേൾക്കാവോ? ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ട്. സാർ ഇപ്പം കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ കണക്ഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പൊ എന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. സോ നമ്മൾ പിച്ച് എന്താണെന്ന് പറഞ്ഞു. പിച്ച് എന്ന് പറയുന്നത് എന്താ? പിച്ച് ഈസ് അവർ ഇയേഴ്സ് റെസ്പോൺസ് ടു ദ ഫ്രീക്വൻസി. ഏത് സൗണ്ട് വേവ് ആണോ നമ്മൾ ലിസൺ ചെയ്യുന്നത്, അതായത് നമ്മൾ കേൾക്കുന്നത്, ആ സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതാണ് പിച്ച്. ദെൻ വാട്ട് ഈസ് ലൗഡ്നെസ്? വാട്ട് യു മീൻ ബൈ ലൗഡ്നെസ്? ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? Loudness represents the energy of or the intensity of wave reaching our ear, and it depends on the energy of wave. Loudness, what it means? It represents the energy or intensity of wave. നമ്മൾ എന്താ പറഞ്ഞത്? സൗണ്ട് എന്ന് പറഞ്ഞാൽ എനർജി പ്രൊപ്പഗേഷൻ ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ ഔട്ട് ദ സ്പേസ്. സോ ലൗഡ്നെസ് റെപ്രസെന്റ്സ് ദ എനർജി ഓർ ദി ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് വേവ്. ഉദാഹരണത്തിന് ഞാൻ ഹൈ എനർജി, ഇഫ് ഐ ഇൻക്രീസ് മൈ ലൗഡ്നെസ്, ഞാനിപ്പോ ഹൈ ഇപ്പൊ പറയുന്നു ഹായ്, ആൻഡ് ഐ സേ ഹായ്. സോ രണ്ടിനും വ്യത്യസ്ത ലൗഡ്നെസ് ആണ്. രണ്ട് കാര്യങ്ങൾക്കും വ്യത്യസ്തമായ ലൗഡ്നെസ് ആണ്. സോ വാട്ട് ഡിഡ് ഐ ഇൻക്രീസ്? ഞാൻ എന്താ കൂട്ടിയത്? ഞാൻ എന്റെ ലൗഡ്നെസ് കൂട്ടിയപ്പം ഐ ആം ഇൻക്രീസിങ് ദ എനർജി ഓഫ് മൈ സൗണ്ട്. നമ്മുടെ സൗണ്ടിന്റെ എനർജി ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ ഐ ആം സേ when I increase my intensity of sound, my loudness increases. So loudness എന്ന് പറയുന്നത് എന്താ? എവിടെയാ നിർത്തി? എവിടെന്നാ കട്ടായി പോയത്? ലൗഡ്നെസ്. പ്രസന്റേഷൻ കണ്ടിരുന്നോ? യെസ്. ഓക്കെ. So loudness, what do you mean by loudness? Loudness is a parameter or the characteristics of a sound which represents the energy or the intensity of sound wave. Sound wave ന്റെ intensity represent ചെയ്യുന്ന, അല്ലെങ്കിൽ sound wave ന്റെ energy represent ചെയ്യുന്ന characteristic സൗണ്ടിന്റെ parameter ആണ് loudness. Last one, what is quality or timbre? What do you mean by quality? Quality or timbre means it is a characteristics of sound which describes those characteristics of sound which allow the ear to distinguish sounds with same pitch and loudness. അതായത് ഒരേ പിച്ചുള്ള ലൗഡ്നെസ് ഉള്ള രണ്ട് സൗണ്ടുകൾ തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് ആണെന്ത്? ക്വാളിറ്റി ഓർ ടിംബർ. ഉദാഹരണത്തിന് ഒരേ പിച്ചും ഒരേ ലൗഡ്നെസ്സും ഉള്ള രണ്ട് സൗണ്ട് എടുക്കുക. ടേക്ക് ആൻ എക്സാമ്പിൾ. ടൈപ്പ് സി നോട്ട് പ്ലേഡ് ബൈ ഗിത്താർ ആൻഡ് സി നോട്ട് പ്ലേഡ് ബൈ എ ട്രംപറ്റ്
can be distinguished because of these characteristics. ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ടിംബർ എന്ന് പറയുന്ന ഫിസിക്കൽ പാരാമീറ്റർ വെച്ച് അല്ലെങ്കിൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമുക്കിത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. വി ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് എ സി നോട്ട് പ്ലേഡ് ഓൺ ഗിത്താർ ഫ്രം ഗിത്താർ ആൻഡ് സി നോട്ട് പ്ലേഡ് ഓൺ ട്രംപറ്റ്. അതായത് ഒരു ഗിത്താറിൽ പ്ലേ ചെയ്യുന്ന സി നോട്ടും ഒരു ട്രംപറ്റ് പ്ലേ ചെയ്യുന്ന സി നോട്ടും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുന്നത്? അതിന്റെ ക്വാളിറ്റി വ്യത്യാസമാണ്, ടിംബർ വ്യത്യാസമാണ്. സോ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ക്വാളിറ്റി ഓർ ടിംബർ. സോ വി ഡിസ്കസ്ഡ് 3 പാരാമീറ്റേഴ്സ്. നമ്മൾ ഓൾറെഡി കേട്ടിരിക്കുന്ന 3 പാരാമീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ഈസ് പിച്ച്, സെക്കൻഡ് വൺ ഈസ് ലൗഡ്നെസ് ആൻഡ് തേർഡ് വൺ ഈസ് ക്വാളിറ്റി ഓർ ടിംബർ. സോ ഇതൊക്കെ നമ്മളൊരു സൗണ്ട് വേവിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ദീസ് ക്വാളിറ്റീസ് ഓർ ദീസ് തിങ്സ് റെപ്രസെന്റ്സ് എ സൗണ്ട് വേവ്. ഒരു സൗണ്ട് വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ട ഈ 3 കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലൗഡ്നെസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് വിച്ച് റെപ്രസെന്റ്സ് ഇന്റൻസിറ്റി. അതായത് ഇന്റൻസിറ്റി, സൗണ്ട് വേവിന്റെ ഇന്റൻസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സൗണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു എന്ത്? ലൗഡ്നെസ്. നൗ വാട്ട് ഡു യു മീൻ ബൈ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്? Intensity of sound is the amount of sound energy transported by sound waves per second per unit cross-sectional area normal to direction of propagation. എന്താ അതിന്റെ അർത്ഥം എന്താ? വാട്ട് യു മീൻ ബൈ ദാറ്റ്? നമ്മൾ പറഞ്ഞു സൗണ്ട് വേവ്, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്താ എൻ്റെ വോക്കൽ കോഡിൽ നിന്ന് സൗണ്ട് എനർജി എല്ലാ ഡയറക്ഷനിലേക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. സോ അസ്യൂം ദാറ്റ് ദിസ് ഈസ് എ സൗണ്ട് സോഴ്സ്. ഇതൊരു സൗണ്ടിന്റെ സോഴ്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. സോ എന്താ, എനർജി ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഓൾ അലോങ് ദി സർഫസ്, അല്ലെങ്കിൽ എന്താ എനർജി എല്ലാ ഡയറക്ഷനിലേക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. സോ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഞാനൊരു ക്രോസ് സെക്ഷണൽ ഏരിയ, ഒരു സർഫസ് അസ്യൂം ചെയ്യുന്നു. ഐ ആം അസ്യൂമിങ് എ സർഫസ് വിത്ത് യൂണിറ്റ് ഏരിയ, വിത്ത് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സർഫസ് അസ്യൂം ചെയ്യുന്നു. നൗ വാട്ട് ഈസ് ദ എനർജി? വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി വിച്ച് ഗെറ്റ്സ് പാസ്ഡ് ത്രൂ ദിസ് ഏരിയ ഇൻ 1 സെക്കൻഡ്? ഒരു സെക്കൻഡിൽ ഈ പറഞ്ഞ യൂണിറ്റ് സർഫസ് ഏരിയയിൽ കൂടി യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി എത്രയാണ്? ദാറ്റ് ഈസ് intensity, or it is the amount of sound waves passing through or transported through this unit cross sectional area in 1 second. ഒരു സെക്കൻഡിൽ ഈ നമ്മൾ അസ്യൂം ചെയ്യുന്ന യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സൗണ്ട് വേവ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് സൗണ്ട് വേവ്. Now intensity of sound is directly proportional to the square of amplitude of sound waves. So we know that what is amplitude? Amplitude എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by amplitude? ശ്രീകാന്ത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൈബ്രേഷൻ സംബന്ധിച്ച് എയർ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നു, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? വേവിന്റെ ഹൈറ്റ്. അല്ല, ഞാൻ വൈബ്രേഷൻ ചോദിക്കുന്നത്, വേവിന്റെ കാര്യമല്ല ചോദിക്കുന്നത്. ഒരു വേവ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ പ്രൊപ്പഗേഷൻ ആണല്ലോ. സോ ആ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനിൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ഒരു പാർട്ടിക്കിള് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്ക് എത്തുന്നു, എക്സ്ട്രീമിലേക്ക് എത്തുന്നു, തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തി റൈറ്റ് എക്സ്ട്രീമത്തിലേക്ക് എത്തുന്നു. ദെൻ വാട്ട് യു മീൻ ബൈ ആംപ്ലിറ്റ്യൂഡ്? അതിന്റെ ഏറ്റവും മാക്സിമം ലെവല്. അതെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിന് മാക്സിമം മൂവ് ചെയ്യാൻ പറ്റിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. സോ ഇന്റൻസിറ്റി ഓഫ് എ സൗണ്ട് വേവ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൗണ്ട് വേവ്സ്. ഈ സൗണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് ഇന്റൻസിറ്റി. I0 അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അതായത് നമുക്ക് ഓൾറെഡി വി നോ ദാറ്റ് സൗണ്ട് വേവ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. പക്ഷേ സൗണ്ട് വേവിനെ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് കൂടുതലുള്ള ഒരു സൗണ്ട് വേവ് ആണെങ്കിൽ എന്താ, ഇന്റൻസിറ്റി കൂടും. ദാറ്റ് ഈസ് ദ റിലേഷൻ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്റൻസിറ്റി ആൻഡ് ആംപ്ലിറ്റ്യൂഡ്? ഒരു സൗണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡും ഇന്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സോ ഇനീഷ്യലി സേ വാട്ട് ഈസ് ഇന്റൻസിറ്റി? ഇന്റൻസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി പാസിംഗ് ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻ യൂണിറ്റ് ടൈം. സോ ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ സർഫസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ എത്രത്തോളം സൗണ്ട് എനർജി പാസ് ചെയ്യുന്നുണ്ട് ഇൻ 1 സെക്കൻഡ്. ഓൾസോ the relation of intensity with amplitude is given by intensity is directly proportional to amplitude square. So മനസ്സിലാക്കി വെക്കുക. Now we are also going to discuss more about loudness and unit. So നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ലൗഡ്നെസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മൾ ലൗഡ്നെസ്സിനെ അതിന്റെ യൂണിറ്റിനെയും കുറിച്ച് കുറച്ചും കൂടി സംസാരിക്കാൻ പോവാണ്. Now
വി ഓൾറെഡി സെഡ് ലൗഡ്നെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്. നമ്മൾ എന്താ ഓൾറെഡി പറഞ്ഞത്? ലൗഡ്നെസ് എന്ന് പറയുന്ന സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ഇറ്റ് റെപ്രസെന്റ്സ് ഇന്റൻസിറ്റി. അത് ഒരു സൗണ്ട് വേവിന്റെ എനർജി അല്ലെങ്കിൽ ഇന്റൻസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ മാത്തമാറ്റിക്കൽ റിലേഷൻ കണക്ടിങ് ലൗഡ്നെസ് ഓർ ഹൗ ലൗഡ്നെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി. സോ ഇന്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. ലൗഡ്നെസ് എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഗ് ഐ. Loudness L is proportional to load I. What is L? L is the loudness. I is the intensity. അതായത് ഒരു സൗണ്ട് വേവിന്റെ ഇന്റൻസിറ്റി I ആണെങ്കിൽ അതിന്റെ ലൗഡ്നെസ് എങ്ങനെയാണ്? വി ക്യാൻ സേ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ലോഗ് ഐ. സോ ഇഫ് യു ഹാവ് എ പ്രൊപ്പോർഷണാലിറ്റി സൈൻ, നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ആഡ് എ കോൺസ്റ്റന്റ് L ഈസ് ഈക്വൽ ടു K log I. സോ നമ്മൾ രണ്ട് സൗണ്ട് വേവ് അസ്യൂം ചെയ്യുന്നു. വി ഹാവ് എ സൗണ്ട് വേവ് ഓർ സൗണ്ട് വിത്ത് I0 ഇന്റൻസിറ്റി ആൻഡ് I1 ഇന്റൻസിറ്റി. നമ്മുടെ കയ്യിൽ രണ്ട് സൗണ്ട് വേവ് ഉണ്ടെന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് വി ആർ ടേക്കിംഗ് 2 പേഴ്സൺസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇൻ മൈ ഹാൻഡ് അസ്യൂം ദാറ്റ് ഐ ഹാവ് 2 സൗണ്ട് or 2 sound wave with intensity I0 and I1. I0 intensity ഉള്ള ഒരു സൗണ്ട് വേവ് ഉണ്ട്. Also I have a sound wave with I1. So what is the loudness of first sound wave? ആദ്യത്തെ സൗണ്ട് വേവിന്റെ ലൗഡ്നെസ് എന്താ? L0 is equal to, from this equation, K log I0. ശരിയല്ലേ? സിമിലർലി രണ്ടാമത്തെ സൗണ്ട് വേവിന്റെ ലൗഡ്നെസ് എന്താ? L1 is equal to, സോ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 172 ലൗഡ്നെസ് ആൻഡ് യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. L1 is equal to K log I1. അതായത് I1 എന്ന് പറയുന്നത് എന്താ? രണ്ടാമത്തെ വേവിന്റെ ഇന്റൻസിറ്റി. സോ വാട്ട് ഈസ് L1 മൈനസ് L0? സോ ഞാനിത് മൈനസ് ചെയ്യാണ്. L1 മൈനസ് L0, വാട്ട് ഈസ് ഇറ്റ്? L1 മൈനസ് L0 ഈസ് K log I1 മൈനസ് L1 മൈനസ് L0 എന്ന് പറയുമ്പോൾ K log I0. So K is equal to 1. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ വാല്യൂ 1 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് log I1 മൈനസ് log I0. വാട്ട് ഈസ് log I1 മൈനസ് log I0? അതിനു മുമ്പ് വാട്ട് ഈസ് log A മൈനസ് log B? log A മൈനസ് log B എന്താ? ആരാ പറയാ? ബിദിൽ രാജ. log A മൈനസ് log B. log A മൈനസ് log B. എളുപ്പത്തിൽ അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? log A മൈനസ് log B? Anyone? Log of some quantity minus log of another quantity. It can be written as log of A by B. Log A minus log B നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? log A by B. So we can write log I1 minus log I0 as log I1 minus I0. So our now the difference between loudness can be written as, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Now the L1 minus L2 എന്തായി? L1 minus L0 is log I1 minus I0. And this difference in loudness. So രണ്ട് സൗണ്ട് വേവ് എടുത്ത് അതിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി ലെവൽ. സോ L1 മൈനസ് L0 is equal log I1 മൈനസ് I0 എന്ന് കിട്ടി. I1 എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് വേവിന് നമ്മളെടുത്ത രണ്ടാമത്തെ സൗണ്ടിന്റെ ഇന്റൻസിറ്റി. I0 എന്ന് പറയുന്നത് ആദ്യം എടുത്ത സൗണ്ടിന്റെ ഇന്റൻസിറ്റി. L1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലൗഡ്നെസ് ഓഫ് സെക്കൻഡ് വേവ്. L0 എന്ന് പറയുന്നത് എന്താ? നമ്മളെടുത്ത സീറോത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് വേവിന്റെ ലൗഡ്നെസ്. സോ നമുക്ക് എന്താ കിട്ടിയ? ലൗഡ്നെസിന്റെ ഡിഫറൻസ് L1 മൈനസ് L0 is equal to log I1 മൈനസ് I0 എന്ന് കിട്ടി. Now that is L1 minus L0 or L is equal to log I1 minus I0. And that difference, so നമുക്ക് എന്താ കിട്ടിയ? L1 minus L0 equal to, we can say some L is equal to log I1 minus I0. That difference, രണ്ട് സൗണ്ട് വേവുകൾ തമ്മിലുള്ള, ഇത് മൈനസ് ആണ്, രണ്ട് സൗണ്ട് വേവുകൾ തമ്മിലുള്ള ലൗഡ്നെസിന്റെ ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ. So what do you mean by sound intensity level? It is the difference in the loudness L and it is termed as sound intensity level. രണ്ട് സൗണ്ട് വേവുകൾ എടുക്കുന്നു, അതിന്റെ ലൗഡ്നെസ് തമ്മിലുള്ള വ്യത്യാസം.
or we can say it is the ratio of intensity of both sound wave. ആ രണ്ട് സൗണ്ട് വേവിന്റെയും ഇന്റൻസിറ്റി തമ്മിലുള്ള റേഷ്യോ ആണെന്നും പറയാൻ പറ്റും, സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ. സോ കുറച്ചും കൂടെ മീനിങ് ഫുൾ അതായിരിക്കും. സോ വാട്ട് യു മീൻ ബൈ സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ബോത്ത് വേവ്. രണ്ട് സൗണ്ട് വേവിന്റെയും റേഷ്യോ ആയിരിക്കും സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൗഡ്നെസ്. സോ ആക്ച്വലി നമ്മൾ ഈ റേഷ്യോ എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? എ ബൈ ബി. റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര? എ ബൈ ബി. വാട്ട് യു മീൻ ബൈ എ ബൈ ബി? എ ബൈ ബി മീൻസ് ഈ ബിയുടെ എത്ര ഭാഗം എയിലുണ്ട്, ഹൗ മച്ച് പാർട്ട് ഓഫ് ബി ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ. അതാണല്ലോ എ ബൈ ബി എന്നതിന്റെ ഫിസിക്കൽ മീനിങ് അതാണല്ലോ. സോ I0 by I1, വാട്ട് ഈസ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് ദാറ്റ്? ദാറ്റ് മീൻസ് I1 എന്ന ഇന്റൻസിറ്റിയിൽ I0യുടെ എത്ര പാർട്ട് ഉണ്ട്. സോ വി ആർ കമ്പയറിംഗ് I1 വിത്ത് I0. സോ നമ്മൾ I1 എന്ന ഇന്റൻസിറ്റി എന്ത് ചെയ്യുന്നു? I0 വെച്ച് കമ്പയർ ചെയ്യാണ്. സോ വാട്ട് ഈസ് I0? സോ I0 എന്ന് പറയുന്നത് എന്താ? ഒരു റെഫറൻസ് സൗണ്ട് ഇന്റൻസിറ്റി ആണ്. സോ നമ്മളൊരു സൗണ്ട് വേവ് എടുക്കുന്നു, I1. നമ്മൾ എടുക്കുന്ന സൗണ്ട് വേവിന്റെ അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവിന്റെ ഇന്റൻസിറ്റി I1 ആൻഡ് ലൗഡ്നെസ് ഈസ് L1. ദെൻ എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഐ ആം കമ്പയറിംഗ് വിത്ത് L0 ഓർ I0. ഞാൻ ഒരു വേറൊരു സൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യാണ്. സോ നോർമലി ദാറ്റ് കമ്പയറിംഗ്, ദാറ്റ് റെഫറൻസ് ഇന്റൻസിറ്റി ഈസ് ടേക്കൺ ആസ് ത്രെഷോൾഡ് മിനിമം ഇന്റൻസിറ്റി. നോർമലി I0 എന്ന് പറയുന്നത് എന്താ? 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദിസ് I0? ഈ വാല്യൂയുടെ പ്രത്യേകത എന്താ? ദിസ് ഈസ് കോൾഡ് ത്രെഷോൾഡ് മിനിമം ഇന്റൻസിറ്റി. ഈ I0 ഇന്റൻസിറ്റി ലെവലിന്റെ പേരാണ് ത്രെഷോൾഡ് മിനിമം ഇന്റൻസിറ്റി. ഇറ്റ് ഈസ് ദ ഫെയിൻറ്റസ്റ്റ് സൗണ്ട് ദാറ്റ് ക്യാൻ ബി ഹേർഡ് ബൈ എ നോർമൽ ഹ്യൂമൻ ഇയർ, ഓർ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് intensity of sound which can be heard by, which we can hear by a normal man, or ഒരു സാധാരണ മനുഷ്യന് കേൾക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സൗണ്ട്, ഫെയിൻറ്റസ്റ്റ് സൗണ്ട് ആണ് എന്ത്? I0, ത്രെഷോൾഡ് മിനിമം ഇന്റൻസിറ്റി. സോ I0 നമ്മൾ എന്താ എടുക്കുക? ത്രെഷോൾഡ് മിനിമം ഇന്റൻസിറ്റിയുടെ വാല്യൂ ആണ് എടുക്കുക, 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. സോ നമ്മൾ L1 അല്ലെങ്കിൽ I1 എന്ന് പറയുന്ന ഏത് സൗണ്ട് ആയാലും, സോ നമ്മൾ ബാക്കി എല്ലാ സൗണ്ടിനെയും എന്ത് ചെയ്യുന്നു? വി ആർ കമ്പയറിംഗ് വിത്ത് I0. So sound intensity level means we are comparing our loudness of our sound or intensity of our sound. നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു സൗണ്ടിനെ എന്ത് ചെയ്യുന്നു? റെഫറൻസ് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ. അല്ലെങ്കിൽ സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന് നമുക്ക് ജനറൽ ആയിട്ട് L, ലൗഡ്നെസ് എന്ന് വിളിക്കാം. സോ ഒരു സൗണ്ട് ലൗഡ് ആണോ എന്നെങ്ങനെ കാണുക? വി ആർ കമ്പയറിംഗ് ഇറ്റ് ടു I0. നമുക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സൗണ്ടിന്റെ എത്ര മടങ്ങാണ് ദിസ് വൺ, ഹൗ മച്ച് ടൈംസ്. ലോഗൊക്കെ എടുക്കുന്നതുകൊണ്ട് ഡയറക്ട്ലി അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിൽ പോലും അണ്ടർസ്റ്റാൻഡ് ദി കൺസെപ്റ്റ്. വി ആർ കമ്പയറിംഗ് അവർ സൗണ്ട് ഓർ ദി സൗണ്ട് വിച്ച് വി നീഡ് ടു മെഷർ വിത്ത് I0. ആൻഡ് ദ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ ഈസ് ബെൽ. സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന്റെ യൂണിറ്റ് ആണ് എന്ത്? ബെൽ. ആൻഡ് ദിസ് ബെൽ, വാട്ട് ഇസ് ദിസ് യൂണിറ്റ് ഈസ് ഗിവൺ ഇൻ ദ മെമ്മറി ഓഫ് the great scientist Alexander Graham Bell. Who is Alexander Graham Bell? Alexander Graham Bell. അജയ് ഉണ്ടോ ക്ലാസ്സിൽ? അജയ് ക്ലാസ്സിലുണ്ടോ? ഉണ്ട് സാർ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് കണ്ടുപിടിച്ച ഒരു ഹലോ സാർ. കാര്യത്തിന്റെ What is the major invention of Alexander? What is the major invention of Alexander Graham Bell? അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് കണ്ടുപിടിച്ച, ഇറ്റ് ഈസ് ദ അലക്സാണ്ടർ ഗ്രഹാം ബെൽ അറിയപ്പെടുന്ന പോലും ഈ ഒരു ഇൻവെൻഷന്റെ പേരിലാണ്. വാട്ട് ഈസ് ഇറ്റ്? ആർക്കറിയാം? അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ടെലിഫോണാ? Yeah, telephone is the. സോ സൗണ്ടിനെ കുറിച്ച് പഠിച്ച ഒരാളായിരുന്നു അലക്സാണ്ടർ ഗ്രഹാം ബെൽ. സോ ടെലിഫോൺ ആണ് അയാളുടെ മേജർ ഇൻവെൻഷൻ. സോ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അക്കോസ്റ്റിക്സ് എന്ന ഫീൽഡിൽ അയാളുടെ പല കോൺട്രിബ്യൂഷനും അല്ലെങ്കിൽ സൗണ്ടിനെ കുറിച്ചുള്ള അയാളുടെ പല കണ്ടുപിടുത്തങ്ങളുടെ മെമ്മറി ആയിട്ട് നമ്മൾ എന്താണ് ലൗഡ്നെസ് അല്ലെങ്കിൽ സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന്റെ യൂണിറ്റ് ആയിട്ട് എന്താ എടുക്കുന്നത്? ബെൽ. സോ വി ആർ ടേക്കിംഗ്, സോ വാട്ട് ഈസ് ദ, സോ നമ്മളൊരു സൗണ്ട് എടുത്തു. ഇഫ് വി ആർ ടേക്കിംഗ് എ സൗണ്ട്, then how we measure it? നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്? ഉദാഹരണത്തിന് നമ്മളിപ്പോ സൗണ്ട് പറയുന്നത് ഇതിലാ ഡെസിബെൽ അല്ലേ? Now how decibel came? So we seen that sound intensity level L is equal to log
I1 by I0. I1 എന്ന് പറയുന്നത് എന്താ? I1 എന്ന് പറയുന്നത് I1 മീൻസ് ദ സൗണ്ട് വിച്ച് വി മെഷർ. നമ്മൾ ഏതിന്റെ ഇന്റൻസിറ്റി ലെവലാണ് മെഷർ ചെയ്യുന്നത്, ആ സൗണ്ടാണ്, അതിന്റെ ഇന്റൻസിറ്റിയാണ് I1. I0 ഇസ് ദ ത്രെഷോൾഡ് ഓഫ് മിനിമം. ദിസ് ഇസ് I0 എത്ര? 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് ബെൽസ് എന്ന് പറഞ്ഞത്. നൗ ബെൽ എന്ന് പറയുന്ന ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദാറ്റ് നമ്മൾ ഡെസിബെൽ എന്നൊരു ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ 1 ഡെസിബെൽ ഈസ് ഈക്വൽ ടു 1/10 ഓഫ് ബെൽ. അപ്പോൾ ഡെസിബെൽ എന്ന് പറയുന്നത് എന്താ? എ ഡെസിബെൽ ഈസ് ഡിഫൈൻഡ് ആസ് 1/10 ഓഫ് ബെൽ. ബെല്ലിന്റെ 10⁻1 1 ഡെസിബെൽ. ഓർ വി ക്യാൻ സേ 1 ബെൽ ഈസ് ഈക്വൽ ടു ഹൗ മെനി ഡെസിബെൽസ്? 10 decibels. So the equation can be L. The expression for loudness അല്ലെങ്കിൽ intensity level can be written as log I1 by I0. ഇവിടെ ഡെസിബെൽസ് എന്ന് എഴുതണമെങ്കിൽ എന്താ? ഒരു ബെല്ലാണിത്. ദിസ് ഈസ് 1 ബെൽ. സോ ഒരു ബെൽ എന്ന് പറഞ്ഞാൽ എത്ര? 1 ബെൽ ഈസ് 10 decibels. So L is equal to 10 log I1 by I0 decibels. സോ നമ്മൾ സാധാരണ സൗണ്ട് എങ്ങനെ കേൾക്കുക? ഒരു സ്പെസിഫിക് സൗണ്ടിന്റെ ഉദാഹരണത്തിന് സ്പീക്കറിന്റെ ഔട്ട്പുട്ടിന്റെ മാക്സിമം ഔട്ട്പുട്ട് ഏതാ? ഇൻ ടേംസ് ഓഫ് ഡെസിബെൽസ് ആണ് നമുക്കറിയാം. സോ വാട്ട് യു മീൻ ബൈ ഡെസിബെൽ? സോ ഡെസിബെൽ എന്താ? ഡെസിബെൽ ഈസ് ദ മെഷർമെന്റ് ഓഫ് സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ. സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന്റെ മെഷർമെന്റ് ആണ് ഡെസിബെൽ. സോ വെൻ വി മെഷർ സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ വി ആർ കമ്പയറിംഗ് ദി ഇന്റൻസിറ്റി ഓഫ് അവർ സൗണ്ട്. നമ്മൾ സ്പീക്കർ ഔട്ട്പുട്ട് തരുന്ന സൗണ്ടിനെ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ത്രെഷോൾഡ് ഓഫ് മിനിമം I0 ആയിട്ട് കമ്പയർ ചെയ്യുന്നു. What is I0? I0 is the threshold of minimum. That is the faintest sound that we can hear, or it is the minimum sound our ear can intercept. നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും മിനിമം സൗണ്ട് ആണ് threshold of minimum, and value is 10⁻⁻12 watt per meter square. So ഇനി ഒരു ഓഡിയോ എക്വിപ്മെന്റിൽ ഡെസിബെൽ എന്ന് കാണുമ്പോൾ try to understand it represents sound intensity level. Okay. So these are all about the characteristics of മ്യൂസിക്കൽ സൗണ്ട് അല്ലെങ്കിൽ സൗണ്ടിന്റെ മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ ദീസ് ആർ ഓൾ ദി ക്വാണ്ടിറ്റീസ് വിച്ച് വി വാണ്ട് ടു ഡിഫൈൻ. നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട എല്ലാ ഒരു സൗണ്ടിന്റെ അഡ്രസ് അല്ലെങ്കിൽ സൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. Now last one is what is threshold of pain. So we already discussed what is threshold of minimum. Threshold of minimum എന്താണെന്ന് പറഞ്ഞു. Threshold of minimum was the sound level, or it is the minimum sound intensity that our individual starts to hear, or it is the minimum sound intensity our ear can intercept. നമ്മുടെ ചെവിക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ it is the faintest sound that a human ear can intercept. What is the intensity? This is important. Intensity is 10⁻⁻12 watt per meter square ആണ് faintest sound, ഏറ്റവും ചെറിയ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. Now what is threshold of pain? Threshold of pain is the minimum sound intensity at which an individual starts to feel pain. So sound നമ്മൾ ഒരുപാട് കൂട്ടിയാൽ, that means if we hear a sound with high intensity ഉള്ള ഒരുപാട് ലൗഡ്നെസ് ഉള്ള ഒരു സൗണ്ട് കേട്ടാൽ എന്ത് പറ്റും? our ear starts to feel pain. നമ്മുടെ ചെവിക്ക് എന്ത് ചെയ്യും? നമ്മുടെ ചെവിക്ക് പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് മിനിമം ഇന്റൻസിറ്റി, ആ പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന ആ ഇന്റൻസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രെഷോൾഡ് ഓഫ് പെയിൻ. സോ ഹെഡിങ് ഇറ്റ് സെൽഫ് സേ വാട്ട് ഈസ് ത്രെഷോൾഡ് ഓഫ് പെയിൻ? ഇറ്റ് ഈസ് ദ മിനിമം സൗണ്ട് ഇന്റൻസിറ്റി അറ്റ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ സ്റ്റാർട്സ് ടു ഫീൽ പെയിൻ. Or we can say the threshold of pain intensity is 10⁻12 times the standard minimum threshold of hearing. Threshold of hearing, minimum threshold of hearing എത്രയായിരുന്നു? I0 10⁻⁻12 watt per meter square ആയിരുന്നു. So itself threshold of pain എന്ന് പറയുന്നത് എന്താ? It is 10⁻12 times the standard minimum. 10⁻12 times threshold of minimum. That means what is the threshold of pain? Threshold of pain ന്റെ വാല്യൂ എന്താ? Threshold of pain is given as 10⁻12 threshold of minimum. 10⁻12 into I0, that is 10⁻12 into 10⁻⁻12. എന്താ 10⁻12 into 10⁻⁻12? What is it? ദാ പ്രത്യുഷ എത്ര? 10⁻12 into 10⁻⁻12. സാർ 10⁻12 into 10⁻⁻12. 10 മൈനസ് പോവില്ല അന്നേരം. അപ്പൊ 10 എത്ര വരും? 10⁻224
Oh my God. One. ഇന്നലെ സിവിൽ ക്ലാസ്സിൽ ഇതിന് ഇമ്പോസിഷൻ കൊടുത്താണ് 10⁻x into 10⁻y. അല്ല 1 10⁻1 10⁻x into 10⁻y എത്രയാ? 10 എത്രയാ? xy. നീ ഈ സാധനം 10 പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് കാണിച്ചാൽ മതി. 10⁻x into 10⁻y is equal to 10⁻x plus y. So 10⁻12 into 10⁻12 is equal to 10⁻12 plus minus 12. എത്ര വരിക? ഹലോ, എത്ര വരിക? 10⁻12 into 10⁻12. 10⁻x into 10⁻y, 10⁻x plus y ആണ്. So 10⁻12 into 10⁻12. 10 ഹലോ, ക്ലാസ്സിലാ? ഉണ്ട് സർ. പറ 10 എത്ര വരിക? വാട്ട് ഇസ് ഇറ്റ്? ഹലോ, 10⁻x into 10⁻y എന്ന് പറഞ്ഞാൽ 10⁻x plus y ആണ്. സോ 10⁻12 into 10⁻12 എന്ന് പറഞ്ഞാൽ എന്താ? 10⁻12 plus minus 12. അപ്പൊ 10⁻12 minus 12 എന്താ? 12 minus 12 എത്രയാ? ആകാശ് എത്രയാ? ആകാശ് വണ്ണല്ലേ? 12 12 കുറച്ച 1 ആണ്. എന്താണ് ആകാശ് പറയുന്നത്? അല്ല, അതല്ല. 10⁻12. So x plus y, 12 plus minus 12. That means 12 minus 12. That is 10⁻0. What is 10⁻0? 1. So that means intensity of threshold of pain is 1 watt per meter square. So threshold of pain എത്രയാ? 10⁻12 times threshold minimum. അതായത് 10⁻12 times I0, that is 1 watt per meter square. So threshold of minimum 10⁻12 watt per meter square. Threshold of pain 1 watt per meter square ആണ്. That means the human ear has a range of sensitivity from 10⁻12 മുതൽ to 1 watt per meter square. അത് നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റിയ സൗണ്ട് എത്ര? ഇന്റൻസിറ്റി ലെവൽ എവിടെ മുതൽ എവിടെ വരെയാണ്? 10⁻12 watt per meter square to 1 watt per meter square. Okay. So that is the reason. So ഇന്ന് അക്കോസ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചു. ടെക്സ്റ്റ് വായിക്കുക, ടെക്സ്റ്റ് ഫോളോ ചെയ്യുക. നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ നമുക്ക് കാണാം. സോ ഇമ്പോസിഷൻ എഴുതി കാണിക്കേണ്ടി വരും പറഞ്ഞിട്ടില്ലെങ്കിൽ. സോ ടെക്സ്റ്റ് ഫോളോ ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. ഐ വാണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക. അതാണ് ഇമ്പോർട്ടന്റ്. സോ പ്രത്യുഷ് 10⁻x into 10⁻y അല്ലെങ്കിൽ സം e⁻x into e⁻y, e⁻x plus y ആണെന്ന് 10 പ്രാവശ്യം എഴുതിയിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് അയച്ചു തരണം, മെയിൽ വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി. കാരണം ബേസിക് ഹൈസ്കൂൾ മാത്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു. സംശയമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആരാ ഫസ്റ്റ്? റോൾ നമ്പർ അഭിരാം ഇല്ല. 1 2 3 4 5 6 7